അപ്പൊ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി. അഥവാ ശരീഅത്താകുന്ന നിയമങ്ങൾ, അതിന്റെ ഏറ്റവും മുകളിലെ പടിയാണ് ത്വരീഖത്ത്. അഥവാ ശരീഅത്തിന്റെ നിയമങ്ങളെ എങ്ങനെ പാലിക്കാമെന്ന് റിയാദകളിലൂടെ, പരിശീലനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ച് അങ്ങനെ ജീവിപ്പിച്ച് അല്ലാഹുവിനെ അറിഞ്ഞ് മരിക്കുന്ന രൂപത്തിലേക്ക് ഒരു മുരീദിനെ, ഒരു മനുഷ്യനെ എത്തിക്കുക. ഇതാണ് ത്വരീഖത്തിലൂടെ നടക്കുന്നത്. കാരണം എന്താ? ഒന്ന് ശേഖരിനുള്ള ഒരു യോഗ്യതയില്ല, മുരീദിന്റെ അത്രയും വിവരം ശേഖരില്ല. ഫറായില് പോയിട്ട് ഇസ്ലാമിന്റെ നിസ്കാരത്തിന്റെ ഫർള് പോലും അറിയൂല. ഇക്കോലത്തിലുള്ള ഒരു ശൈഖാണെങ്കിൽ അയാളെങ്ങനെ ശൈഖാവും? എല്ലാവരും ത്വരീഖത്തിന്റെ ആളുകൾ. ഈ ത്വരീഖത്ത് എന്താന്ന് ഈ സ്വീകരിച്ചവന് പോലും അറിയാത്ത അവസ്ഥ. കാര്യങ്ങൾ അക്സായി പോവുക, അഥവാ നേരെ മറിയാന്ന് പറയില്ല നമ്മളൊക്കെ, നേരെ തീക്കാൻ തൂക്കാവാന്നൊക്കെ പറയും പഴയ ആളുകൾ. അതായത് നന്നാവാൻ വേണ്ടി ഉണ്ടാക്കിയ ത്വരീഖത്തിനെ അതിന്റെ അർത്ഥതലങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് തീരെ ശരീഅത്തില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാം. അതാ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയുന്നത്, വകദത്ത്വരീഖതു വൽ ഹഖീഖതു യാ അഖീ മിൻ ഗൈരി ഫിഇലി ശരീഅത്തിൽ ലം തഹ്സുലാ. അടിവരയിട്ടോ എന്താ പറഞ്ഞത്? വകദത്ത്വരീഖതു വൽ ഹഖീഖതു യാ അഖീ മിൻ ഗൈരി ഫിഇലി ശരീഅത്തിൽ ലം തഹ്സുലാ. സുബ്ഹാന ജല്ല ജലാലുഹു. വഖദത്ത്വരീഖതു, മോനെ ത്വരീഖത്ത്, വൽ ഹഖീഖതു, ത്വരീഖത്തിന്റെ ഫലമായ അല്ലാഹുവിനെ അറിയുക, അല്ലാഹുവിൽ എത്തുക എന്ന ഹഖീഖത്ത്. യാ അഖീ, എന്റെ സഹോദരാ, മിൻ ഗൈരി ഫിഇലി ശരീഅത്തിൽ ലം തഹ്സുലാ. ശരീഅത്തിന്റെ നിയമങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് ഒരു ത്വരീഖത്തും ഇല്ല. അന ശൈഖുൻ وولي وصالح وإمام وأنا الجيلي أنا الجيلي أنا شيخ وولي وصالح وإمام وأنا الجيلي أنا أنا شيخ وولي وصالح وإمام وأنا الجيلي أنا الجيلي. ആണ് പെണ്ണ് എന്ന തരം തിരിക്കലൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും വരാം. ശൈഖ് അവർക്ക് ഇഷ്ടമുള്ളവരെ അടുത്തിരുത്തും. അതാണാകാം, പെണ്ണാകാം, അവർക്ക് ഇഷ്ടമുള്ളവരെ ഖിദ്മത്തിലാക്കും. അതൊക്കെ അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ്. അവരെന്തുമാക്കും? അവരെ ശരീരത്തെ തന്നെ എന്തുമാക്കും? ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും കഴിയുന്നവരല്ലേ അവർ. ചെങ്ങായി ആണാണെങ്കിൽ ആണ് എന്ന് പറയും, പെണ്ണാണെങ്കിൽ പെണ്ണ് എന്ന് പറയും.